ഹായ് മലയാസ്, എല്ലാവർക്കും നെയ്യാർ എക്സ്പ്രസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് ഈ വരുന്ന 10th പ്രിലിംസിന് കലാകായിക മേഖല എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമ്മളോട് PSC പഠിക്കാൻ തന്നിട്ടുണ്ട്. സോ കഴിഞ്ഞ പ്രാവശ്യം 1-2 എക്സാമിന് തന്ന 10th പ്രിലിംസിലെ അവയിൽ നിന്നും നമ്മളോട് ചോദിച്ചിരിക്കുന്ന 1-2 ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ഇന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വല്ല ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പൊ അതെ, നമ്മളോട് 10th പ്രിലിംസിന് കായിക മേഖലയിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് എന്ന് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദേശീയ കായിക ദിനമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓപ്ഷൻ നോക്കൂ: ഓഗസ്റ്റ് 27, മാർച്ച് 27, സെപ്റ്റംബർ 16, ഓഗസ്റ്റ് മാസം 29. എന്നാണ് ദേശീയ കായിക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് മാസം 29-ാം തീയതിയാണ് നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു? ദേശീയ കായിക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഓഗസ്റ്റ് മാസം 29-ാം തീയതിയാണ് അല്ലെ. അപ്പൊ ആരുടെ ജന്മദിനമാണ് നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരുടെ ജന്മദിനമാണ് നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്? അത് ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ്. ധ്യാൻ ചന്ദിന്റെ ജന്മദിനമാണ് ഓഗസ്റ്റ് മാസം 29. നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നു. എടാ, ധ്യാൻ ചന്ദിന് നമുക്ക് 2 കാര്യങ്ങളൊന്നും ഓർത്തിരിക്കാം. ഇന്ത്യൻ ഹോക്കി മാന്ത്രികൻ അല്ലെ, ഇന്ത്യൻ ഹോക്കി മാന്ത്രികൻ. മറ്റൊന്ന് ഇന്ത്യൻ ഹോക്കിയുടെ അല്ലെ വന്ധ്യ വയോധികൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ധ്യാൻ ചന്ദ്. അപ്പൊ ഇന്ത്യൻ ഹോക്കി മാന്ത്രികൻ, ഇന്ത്യൻ ഹോക്കിയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ധ്യാൻ ചന്ദ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായിരിക്കുന്ന ഓഗസ്റ്റ് 29 നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ. ധ്യാൻ ചന്ദ് ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ് കായികം? അദ്ദേഹം ഹോക്കി കായിക താരമാണ് ധ്യാൻ ചന്ദ് അല്ലെ. അദ്ദേഹം ഏത് കായികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഏതാണ്? ഹോക്കിയാണ്. അദ്ദേഹത്തിന്റെ ഇവന്റ് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഹോക്കിയാണ് അല്ലെ. ഇവിടെ 2 കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കി വെച്ചോളുക. ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? 11 പേരുണ്ട്. ഒരു ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 11 പേര് എന്നുള്ളത് എന്ത് ചെയ്യും, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളാം. ഒരു ഹോക്കി ടീമില് പിന്നെ ഏതാ ഒരു ക്രിക്കറ്റിൽ അല്ലെ, ക്രിക്കറ്റ് പിന്നെ ഏതാ ഫുട്ബോൾ കളിക്കാരുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 11 പേരാണ്. ഒരു ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി ടീമിലെ കളിക്കാരുടെ എണ്ണം ചോദിച്ചാൽ 11 ആണ്. PSC നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ടർ പോളോയാണ് അല്ലെ. വാട്ടർ പോളോ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 7 ആണ്. വാട്ടർ പോളോ കളിക്കാരുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ 7 ആണ്. ഇനി ഹോക്കിയുമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങൾ കൂടി ഒന്ന് പറയുന്നു. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്നത്, ഇന്ത്യൻ ഹോക്കി ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് എവിടെയാണ്? കൂർഗാണ്. ഇന്ത്യൻ ഹോക്കിയുടെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ചോദിക്കുകയാണെങ്കിൽ കൂർഗാണ്. കൂർഗ് ഏത് സ്റ്റേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം, എവിടെയാണ്? കർണാടക അല്ലെ. ഇന്ത്യൻ ഹോക്കി കളിത്തൊട്ടിൽ എന്ന് അറിയപ്പെടുന്ന സ്ഥലം ചോദിക്കുകയാണെങ്കിൽ കൂർഗ് കർണാടകയിലാണ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും അല്ലെ, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ അവരുടെ ദേശീയ കായിക വിനോദം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഹോക്കിയാണ്. അപ്പൊ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ദേശീയ കായിക വിനോദം എന്ന് ചോദിച്ചാൽ ഏത് തന്നെയാണ്? അത് ഹോക്കി തന്നെയാണ്. പിന്നെ കൂടുതലായി ചോദിച്ചു വരുന്നത് PSC ബംഗ്ലാദേശിന്റെയാണ് അല്ലെ. ബംഗ്ലാദേശ് ദേശീയ കായിക വിനോദം കബഡിയാണ്. അതും എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം കബഡിയാണ്. പക്ഷേ കബഡിയുടെ ജന്മദേശം എവിടെ? അത് ഇന്ത്യയാണ്. മാറിപ്പോരുത്. കബഡിയുടെ ജന്മദേശം ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ്. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെ ദേശീയ കായിക വിനോദം എന്തെന്ന് ചോദിച്ചാൽ എന്താണ്? അത് ഹോക്കിയാണ്. എന്നാൽ ബംഗ്ലാദേശിന്റെ ദേശീയ കായിക വിനോദം എന്താണ്? അത് കബഡിയാണ്. മാറരുത്. അപ്പൊ എന്നാണ് ദേശീയ കായിക ദിനമെന്ന് നമുക്ക് കിട്ടി. ആരുടെ ജന്മദിനമാണ് നമ്മൾ ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് കിട്ടി അല്ലെ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി ഇവിടെ നമുക്ക് രേഖപ്പെടുത്താം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അത് അവിടെ പഠിക്കാം. ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് കേന്ദ്ര കായിക വികസന മന്ത്രാലയം നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് മേജർ ധ്യാൻ ചന്ദ് ഖേൽരത്ന പുരസ്കാരം. ഇന്ത്യൻ ഹോക്കി മാന്ത്രികൻ, ഇന്ത്യൻ ഹോക്കി വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് മേജർ ധ്യാൻ ചന്ദ്. അദ്ദേഹത്തിന്റെ പേരിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് കേന്ദ്ര കായിക വികസന മന്ത്രാലയം നൽകുന്ന പരമോന്നത പുരസ്കാരമായിരിക്കുന്ന മേജർ ധ്യാൻ ചന്ദ് ഖേൽരത്ന പുരസ്കാരം നൽകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പരാമർശിച്ചത് ദേശീയ കായിക വിനോദം എന്നുള്ളതാണ്. എങ്കിൽ സംസ്ഥാന കായിക വിനോദം എന്നൊരു ചോദ്യം PSC 10th പ്രിലിംസിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത് അല്ലെ. എന്നാണ് സംസ്ഥാന കായിക ദിനം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഒക്ടോബർ മാസം 13-ാം തീയതിയാണ് നമ്മൾ എന്താചരിക്കുന്നു?
സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നു അല്ലെ. ഇനി ആരുടെ ജന്മദിനമാണ് നമ്മളിവിടെ സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് GV രാജയുടെ ജന്മദിനമാണ് അല്ലെ. GV രാജ, അല്ലെങ്കിൽ നമ്മൾ ഏത് പേരിലൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു, ഗോദവർമ്മ രാജ എന്നൊക്കെ പറയുന്നു. GV രാജ അല്ലെ. ഗോദവർമ്മ രാജ എന്നറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ് GV രാജ. അദ്ദേഹത്തിന്റെ ജന്മദിനമായിരിക്കുന്ന ഒക്ടോബർ മാസം 13-ാം തീയതി നമ്മൾ എന്ത് ദിനമായിട്ട് ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് സംസ്ഥാന കായിക ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. GV രാജ അല്ലെ. GV രാജയെ നമുക്ക് സംസ്ഥാന കായികത്തിന്റെ അല്ലെ, കേരള കായികത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അല്ലെ. കേരള കായികത്തിന്റെ പിതാവ് അല്ലെ, പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് GV രാജ. കേരള ടൂറിസത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിമാര് തന്നെയാണ് GV രാജയാണ്. കേരള ടൂറിസത്തിന്റെ പിതാവ് GV രാജ. കായിക കേരളത്തിന്റെ പിതാവ് ചോദിക്കുകയാണെങ്കിൽ അത് GV രാജയാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ടൂറിസവുമായി ബന്ധപ്പെട്ട് അല്ലെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളമാണ്. നോക്കി വെച്ചോളുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ് ടൂറിസം ആരംഭിച്ച സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് കേരളമാണ്. എന്നാൽ ചെസ് പാഠ്യവിഷയങ്ങളിൽ കൊണ്ടുവന്ന ഇന്ത്യയിലെ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. കേട്ടോ, ചെസ് പാഠ്യവിഷയങ്ങൾ കൊണ്ടുവന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെസ് ടൂറിസം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അത് കേരളം. പാഠവിഷയത്തിൽ കൊണ്ടുവന്ന ഏതെന്ന് ചോദിച്ചാൽ തമിഴ്നാടാണ്. ഇനി കേരളത്തിലെ ചെസ് ഗ്രാമം, കേരളത്തിലെ ചെസ് ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ അത് മരോട്ടിച്ചാലാണ്. കേരളത്തിലെ ചെസ് ഗ്രാമം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അത് മരോട്ടിച്ചാണ്. മരോട്ടിച്ചാൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലാണ്. ഇതാണ് കേരളത്തിലെ ചെസ് ഗ്രാമം എന്ന് അറിയപ്പെടുന്ന മരോട്ടിച്ചാലാണ്. മരോട്ടിച്ചാൽ എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? തൃശ്ശൂരിലാണ്. അതും എന്ത് ചെയ്യും, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക എന്നുള്ളതാണ് അല്ലെ. ചെസ്സിന്റെ ജന്മദേശം നമുക്കറിയാം എവിടെയാണ്? ചെസ്സിന്റെ ജന്മദേശം ഇന്ത്യയാണ്. ചെസ്സിന്റെ ജന്മദേശം ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഇന്ത്യയാണ് ചെസ്സിന്റെ ജന്മദേശം. അപ്പൊ ഇവിടെ 2 ഡേയ്സ് ആണ്. അത് രണ്ടും നമുക്ക് കിട്ടേണ്ട ഡേയ്സ് ആണ്. അതുമായി റിലേറ്റ് ചെയ്ത് 1-2 കാര്യങ്ങൾ അത് ചോദിച്ചാൽ നമ്മൾ എഴുതണം എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ വലിയ പാടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല. സംസ്ഥാന കായിക ദിനവും ദേശീയ കായിക ദിനവുമാണ് എന്ത് ചെയ്യുന്നത്, PSC നമ്മളോട് ചോദിച്ചു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏത് എന്നുള്ളതാണ്. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ അല്ലെ, വിഗതകുമാരൻ, മാർത്താണ്ഡവർമ്മ, ചെമ്മീൻ, അവകാശികൾ അല്ലെ. മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളിൽ നമുക്ക് കിട്ടേണ്ട ഒരു കുഞ്ഞു ചോദ്യം കൂടിയാണ്. സിനിമയാക്കപ്പെട്ട ആദ്യ മലയാള നോവൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? മാർത്താണ്ഡവർമ്മയാണ്. എഴുതുമല്ലേ, മാർത്താണ്ഡവർമ്മ. ഇവിടെ ഓപ്ഷൻ നോക്കി, വിഗതകുമാരൻ, ചെമ്മീൻ, അവകാശികൾ. നമ്മൾ മിക്കവാറും ഈ ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ചിട്ട് അല്ലെ, ആ മലയാള നോവൽ അല്ലെ, വിഗതകുമാരൻ, മാർത്താണ്ഡവർമ്മയും ചെമ്മീനൊക്കെ അതിനേക്കാളും നമുക്ക് കൂടുതൽ കേട്ടിരിക്കും. ചിലപ്പോൾ എവിടെയെങ്കിലും അവകാശികളൊക്കെ ഇടയിൽ എവിടെ കേട്ടതൊക്കെ നമുക്ക് വരും. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലാണ് അവകാശികൾ അല്ലെ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അല്ലെ, അതാണ് അവകാശികൾ. എഴുതിയത് MK മേനോൻ അല്ലെ, MK മേനോൻ. ഇനി നമുക്കറിയാം വിലാസിനി അല്ലെ, വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ് MK മേനോൻ. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു നോവൽ കൂടിയാണ് അവകാശികൾ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ കൂടിയാണ് അവകാശികൾ എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഒന്ന് നോക്കി വെച്ചു കൊടുക്കാം. വിഗതകുമാരൻ, ഓപ്ഷൻ എ വിഗതകുമാരൻ അല്ലെ. വിഗതകുമാരൻ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുള്ളതാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് വിഗതകുമാരൻ അല്ലെ, വിഗതകുമാരൻ അല്ലെ. മലയാളത്തിലെ ആദ്യ ചിത്രമാണ് വിഗതകുമാരൻ. മലയാളത്തിലെ ആദ്യ ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് വിഗതകുമാരനാണ്. മലയാളത്തിലെ ആദ്യത്തെ ചിത്രമാണ് വിഗതകുമാരൻ. സംവിധാനം ചെയ്തിരിക്കുന്ന വ്യക്തി JC ഡാനിയേൽ അല്ലെ. JC ഡാനിയേൽ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം കൂടിയാണ് വിഗതകുമാരൻ. 1928 പുറത്തിറങ്ങുന്നു. 1928 വിഗതകുമാരൻ പുറത്തിറങ്ങുന്നു. മലയാളത്തിലെ ആദ്യത്തെ ചിത്രമാണ്. ഇനി മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? വിഗതകുമാരനാണ്. ആര് സംവിധാനം ചെയ്തു എന്ന് ചോദിച്ചാൽ അത് JC ഡാനിയേലാണ്. JC ഡാനിയേൽ നമുക്ക് വിശേഷിപ്പിക്കാം മലയാള സിനിമയുടെ പിതാവ് അല്ലെ. മലയാള
സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ് JC ഡാനിയേൽ. അദ്ദേഹമാണ് സംവിധാനം ചെയ്തു, അദ്ദേഹം അഭിനയിച്ചു എന്നുള്ളതാണ്. മലയാളത്തിലെ ആദ്യ നടി ആര് എന്ന് ചോദിച്ചാൽ അത് PK റോസിയാണ്, അല്ലെ? PK റോസിയാണ് മലയാളത്തിലെ ആദ്യ നടി. വിഗതകുമാരിൽ അഭിനയിച്ച PK റോസിയാണ് മലയാളത്തിലെ ആദ്യ നടി എന്ന് പറയാം. അപ്പൊ 1928 മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രം പുറത്തിറങ്ങി. ഏതാ? വിഗതകുമാരൻ, സംവിധാനം JC ഡാനിയേലാണ്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ് JC ഡാനിയേൽ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രം മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ, അല്ലേ? മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രമാണ് മാർത്താണ്ഡവർമ്മ. 1933 മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന ചിത്രം പുറത്തിറങ്ങുന്നു. സംവിധാനം PV റാവു. സംവിധാനം അത് PV റാവു, അല്ലെ? നോവലാക്കപ്പെട്ട ആദ്യ മലയാള സിനിമയും കൂടിയാണ് മാർത്താണ്ഡവർമ്മ. നോവലാക്കപ്പെട്ട എന്നാണ് പറഞ്ഞിരിക്കുന്നു. അപ്പൊ മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന നോവൽ ആരെഴുതി എന്ന് ചോദിച്ചാൽ അത് CV രാമൻപിള്ള. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ ആരെഴുതിയിരിക്കുന്നു? CV രാമൻപിള്ളയാണ്. CV രാമൻപിള്ളയുടെ നോവലിനെ ആസ്പദമാക്കി PV റാവു സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രം കൂടിയാണ് മാർത്താണ്ഡവർമ്മ. മലയാളത്തിലെ രണ്ടാമത്തെ നിശബ്ദ ചിത്രം കൂടിയാണ് മാർത്താണ്ഡവർമ്മ. എങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം ഏതെന്ന് ചോദിക്കാം. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം, അല്ലേ? അത് ബാലനാണ്, അല്ലേ? മലയാളത്തിലെ ആദ്യത്തെ ശബ്ദചിത്രം എന്ന് ചോദിച്ചാൽ ബാലനാണ്. 1938 പുറത്തിറങ്ങിയ ചിത്രം കൂടിയാണ് ബാലൻ. സംവിധാനം ചെയ്തിരിക്കുന്നത് S നെട്ടാണിയാണ്. സംവിധാനം S നെട്ടാണിയാണ്. ബാലൻ എന്ന ചിത്രത്തിന്റെ സംവിധാനം S നെട്ടാണിയാണ്, അല്ലെ? ബാലൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആലപ്പി വിൻസെന്റ്. കേട്ടോ, ശബ്ദം നൽകിയിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ആലപ്പി വിൻസെന്റ് ആണ്. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം അത് ബാലനാണ്. മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദചിത്രം ഏതെന്ന് ചോദിച്ചാൽ ജ്ഞാനാംബികയാണ്. രണ്ടാമത്തത് ജ്ഞാനാംബിക. കേട്ടോ, ഒന്ന് നോക്കി വെച്ചോളുക. മലയാളത്തിലെ രണ്ടാമത്തെ ശബ്ദചിത്രം ഏതെന്ന് ചോദിച്ചാൽ ജ്ഞാനാംബികയാണ്. പിന്നെ ഓപ്ഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ചെമ്മീനാണ്. പക്ഷെ ചെമ്മീൻ മാത്രം എടുത്താൽ പോരാ. ചെമ്മീനോടൊപ്പം നമുക്ക് നീലക്കുയിലും വേണം. നീലക്കുയിൽ, അല്ലേ? രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം നീലക്കുയിലാണ്. വെള്ളി മെഡൽ, അല്ലേ? വെള്ളി മെഡൽ. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയിരിക്കുന്ന ആദ്യ മലയാള ചിത്രമാണ് നീലക്കുയിൽ. കഥ ഉറൂബാണ്. ഉറൂബ് PC കുട്ടിക്കൃഷ്ണൻ, അല്ലെ? PC കുട്ടിക്കൃഷ്ണൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ് ഉറൂബ്. കഥ ഉറൂബിൻ്റെതാണ്, അല്ലെ? സംവിധാനം രാമു കാര്യാട്ടും P ഭാസ്കരനുമാണ് സംവിധാനം, അല്ലെ? രാമു കാര്യാട്ട് ആൻഡ് P ഭാസ്കരൻ. 1954 രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയിരിക്കുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണ് നീലക്കുയിൽ. ഒന്ന് നോക്കി വെച്ചോളുക. കഥ ഉറൂബിന്റെ കഥയാണ്. ഉറൂബ് എന്നറിയപ്പെടുന്ന PC കുട്ടീഷൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ്. രാമു കാര്യാണ്ടും P ഭാസ്കരനും ചേർന്നായിരുന്നു സംവിധാനം. പിന്നെ എന്താ? ചെമ്മീൻ. രാഷ്ട്രപതിയുടെ, അല്ലെ, സ്വർണ്ണകമലം നേടിയ ആദ്യ മലയാള ചിത്രമാണ് ചെമ്മീൻ. വർഷം 65. രാഷ്ട്രപതിയുടെ സ്വർണ്ണകമലം നേടിയിരിക്കുന്ന ആദ്യ മലയാള ചിത്രം എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ചെമ്മീനാണ്. 1965. ഈ ചെമ്മീൻ സംവിധാനം രാമു കാര്യാട്ടാണ്. ചെമ്മീൻ സംവിധാനം ആരാണ്? രാമു കാര്യാട്ടാണ്. നിർമ്മാണം ബാബു ഇസ്മയിൽ ആണ്, അല്ലെ? നിർമ്മാണം അത്രത്തോളം ഡീപ്പായിട്ടൊന്നും നിങ്ങൾക്ക് വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിർമ്മാണം ബാബു ഇസ്മയിൽ, അല്ലെ? ബാബു ഇസ്മയിൽ ആണ് നിർമ്മാണം എന്നുള്ളത്, അല്ലെ? മിക്കവാറും നമ്മൾ ചെമ്മീനും നീലക്കുയിലൊക്കെ സിനിമ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാള ചിത്രം ഏതെന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ചെമ്മീനാണ്. മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയിരിക്കുന്ന ആദ്യ മലയാള ചിത്രം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ചെമ്മീനാണ്. അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് മെല്ലെ പ്രവേശിക്കാം. ഇന്ത്യയിലെ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത് എന്നുള്ളതാണ് ചോദ്യം. കുറച്ചു മുമ്പേ ആ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, അല്ലെ? ഇന്ത്യയിലെ മികച്ച കായിക രംഗത്ത് കേന്ദ്ര കായിക വികസന മന്ത്രാലയം നൽകുന്ന പരമോന്നത പുരസ്കാരമാണ്, പറയൂ. ദ്രോണാചാര്യാണോ, മൗലാന അബ്ദുൽ കലാം ആസാദ് ആണോ, അർജുൻ അവാർഡാണോ, ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം, അല്ലെ? പക്ഷേ
ധ്യാൻചന്ദ് ഖേൽ എന്ന പുരസ്കാരം ആദ്യം അറിയപ്പെട്ടിരുന്ന പേര് രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം എന്നാണ്, അല്ലെ? രാജീവ് ഗാന്ധി ഖേൽ എന്ന പുരസ്കാരം എന്ന പേരിലായിരുന്നു ആദ്യം അറിയപ്പെട്ടിരുന്നത്. ഏത് വർഷം മുതൽ നൽകി തുടങ്ങി? 91 മുതൽ 92, അല്ലെ? നിലവിലെ സമ്മാനത്തുക നിങ്ങൾ ഓർത്ത് വെച്ചോളുക, 25 ലക്ഷം രൂപയാണ് നിലവിലെ സമ്മാനത്തുക, 25 ലക്ഷം രൂപ. രാജീവ് ഗാന്ധി ഖേൽ എന്ന പുരസ്കാരം ലഭിച്ച ആദ്യ വ്യക്തിയാണ് വിശ്വനാഥൻ ആനന്ദ്. കായികനെ നമുക്കറിയാം, ചെസ്സാണ്, അല്ലെ? രാജീവ് ഗാന്ധി ഖേൽ എന്ന പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണം മല്ലേശ്വരിയാണ്. കർണം മല്ലേശ്വരി വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. കർണം മല്ലേശ്വരി ഭാരദ്വാഹനമാണ്, വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്. കർണം മല്ലേശ്വരി വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്, ഭാരദ്വാഹനമാണ്. ലഭിച്ച ആദ്യ വനിത കർണം മല്ലേശ്വരിയാണ്. രാജീവ് ഗാന്ധി ഖേൽ എന്ന പുരസ്കാരം പക്ഷേ നിലവിൽ അറിയപ്പെടുന്ന പേര് മേജർ ധ്യാൻചന്ദ് ഖേൽ എന്ന പുരസ്കാരം, അല്ലെ? നിലവിൽ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ഏത് വർഷം മുതൽ അറിയപ്പെട്ടു തുടങ്ങുന്നു? 2021 മുതലാണ്. 2021 മുതൽ പുരസ്കാരം 21 മുതൽ പുരസ്കാരം അറിയപ്പെടുന്ന പേര് മേജർ ധ്യാൻചന്ദ് ഖേൽ എന്ന പുരസ്കാരമാണ്. ഓക്കെ, 3 മലയാളികൾക്ക് മേജർ ധ്യാൻചന്ദ് ഖേൽ എന്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. അതിലൊന്ന് KM ബീന മോൾ, അല്ലെ? പലരുടെ മനസ്സിൽ ആ കോഡ് വന്നിട്ടുണ്ടായിരിക്കണം. 2 അഞ്ജു ബോബി ജോർജ്. ഏക മലയാളി പുരുഷ കായിക താരം അവിടെ PR ശ്രീജേഷ്, അല്ലെ? KM ബീനാമോള്, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ പഠിച്ചു, അല്ലെ? ബീനാമോളിന്റെ B എടുക്കാൻ പറഞ്ഞായിരുന്നു, അല്ലെ? അഞ്ജു ബോബി ജോർജിന്റെ A, PR ശ്രീജേഷിന്റെ R എടുക്കാൻ പറഞ്ഞായിരുന്നു, അല്ലെ? ആ ബോർഡ് എവിടെയെങ്കിലും കാണുമ്പോൾ മേജർ ധ്യാൻചന്ദ് ഖേൽ എന്ന പുരസ്കാരം ലഭിച്ച 3 മലയാളികൾ ഓർക്കാൻ പറഞ്ഞായിരുന്നു, അല്ലെ? ബീനാമോൾ, അഞ്ജു ബോബി ജോർജ്, PR ശ്രീജേഷ്. PR ശ്രീജേഷിന് 2021 PR ശ്രീജേഷ് ലഭിക്കുന്നു. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽ എന്ന പുരസ്കാരം ലഭിച്ച മലയാളിയാണ് PR ശ്രീജേഷ്. എങ്കിൽ ഇവിടെ ഒരു കറണ്ട് അഫയർ കൂടി പറയാം. 2024 മേജർ ധ്യാൻചന്ദ് ഖേൽ എന്ന പുരസ്കാരം 4 പേർക്കാണ്, അല്ലെ? 4 പേർക്ക് നമുക്ക് കൊടുക്കാം. 24 4 പേർ. അതിലൊന്ന് D ഗുകേഷ്, അല്ലെ? ഒന്ന് D ഗുകേഷ്, മറ്റൊന്ന് മനു ഭാക്കർ, മറ്റൊന്ന് ഹർമൻപ്രീത് സിംഗ്, മറ്റൊന്ന് പ്രവീൺ കുമാർ, അല്ലെ? 4 പേരില്ലേ? D ഗുകേഷ് ഉണ്ട്, മനു ഭാക്കർ, ഹർമൻപ്രീത് സിംഗ്, പ്രവീൺ കുമാർ. D ഗുകേഷ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ കൂടിയാണ്, അല്ലേ? D ഗുകേഷ്. കായികം ചെസ്, 18ാമത്തെ വയസ്സിൽ ലോക ചെസ് ചാമ്പ്യനായി. മനു ഭാക്കർ ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരമാണ് മനു ഭാക്കർ. ഏതാണ്? ഷൂട്ടിംഗ് ആണ് ഇവന്റ്. ഹർമൻപ്രീത് സിംഗ് നിലവിൽ ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ, പുരുഷ ഹോക്കി ടീം ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്. പ്രവീൺ കുമാർ ഹൈജമ്പ് കായിക താരമാണ്. അദ്ദേഹം പാരാ അത്ലറ്റ് ആണ്, അല്ലെ? പാരാ അത്ലറ്റ് ആണ്. 2024 നടന്ന പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ഹൈജമ്പിൽ ലോക റെക്കോർഡ് കൂടി സ്വർണം നേടിത്തന്ന കായിക താരം കൂടിയാണ് പ്രവീൺ കുമാർ. ഇത് 4 എന്ത് ചെയ്യാവുന്ന നോട്ട് ചെയ്ത് വെച്ചോണം. തന്നിട്ട് കായിക ഇനം ഏതെന്നായിരിക്കും നമ്മളോട് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലൂടെ നമുക്ക് മെല്ലെ പ്രവേശിക്കാം. 2021 മേജർ ധ്യാൻചന്ദ് ഖേൽ എന്ന പുരസ്കാരം നേടിയ മലയാളി കിട്ടൂലേ? മലയാളിയെ ചോദിച്ചു, അല്ലെ? ഏക മലയാളി പുരുഷ കായിക താരമാണ് PR ശ്രീജേഷ്. ഏതാണ്? ഹോക്കി കായിക താരം കൂടിയാണ് PR ശ്രീജേഷ്. അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടേ. അടുത്ത ചോദ്യം, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആര് എന്നുള്ളതാണ്. അർജുന അവാർഡ് നേടിയിരിക്കുന്ന ആദ്യ മലയാളി ആര് എന്നുള്ളതാണ്. നമ്മൾ കുറച്ചു മുമ്പ് ഒരു കാര്യം പഠിച്ചായിരുന്നു. ഇന്ത്യയിലെ മികച്ച കായിക താരങ്ങൾക്ക് കേന്ദ്ര കായിക വികസന മന്ത്രാലയം നൽകുന്ന പരമോന്നത പുരസ്കാരം അത് മേജർ ധ്യാൻചന്ദ് ഖേൽ എന്ന പുരസ്കാരമെങ്കിൽ രണ്ടാമത്തെ പുരസ്കാരം ഏതെന്ന് ചോദിച്ചാൽ അത് അർജുന അവാർഡ്. കേട്ടോ? നൽകി തുടങ്ങുന്നത് 1961 അർജുന അവാർഡ് നൽകി തുടങ്ങുന്നു.
ലഭിച്ച ആദ്യ വ്യക്തി ആര് എന്നുള്ളൊരു ചോദ്യം അർജുന അവാർഡിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ഒന്നിൽ കൂടുതൽ പേർക്ക് എന്ത് ലഭിച്ചിട്ടുണ്ട്? അർജുന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 61 നൽകി തുടങ്ങുന്നു. നിലവിൽ സമ്മാന തുക 15 ലക്ഷം എന്നുള്ളത് നോക്കി വെച്ചോളുക. സമ്മാന തുക 15 ലക്ഷം. അർജുന അവാർഡ് ലഭിക്കുന്ന ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചാൽ അത് സി ബാലകൃഷ്ണൻ. സി ബാലകൃഷ്ണൻ പർവ്വത ആരോഹകനാണ് സി ബാലകൃഷ്ണൻ. ലഭിച്ച ആദ്യ മലയാളി അത്ലറ്റ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ടി സി യോഹന്നാൻ. മലയാളി അത്ലറ്റ് ടി സി യോഹന്നാൻ. ലഭിച്ച ആദ്യ മലയാളി വനിത അത് കെ സി ഏലമ്മ. കെ സി ഏലമ്മ. നോക്കൂ, ലഭിച്ച ആദ്യ 3 പേർക്ക് നമുക്ക് സീലെടുക്കാം. സി ബാലകൃഷ്ണൻ, ടി സി യോഹന്നാൻ, കെ സി ഏലമ്മ. ആദ്യ മലയാളി വനിത കെ സി ഏലമ്മ. അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി ആര് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അല്ലെ, സി ബാലകൃഷ്ണനാണ്. അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി സി ബാലകൃഷ്ണനാണ്. ഒരു കാര്യം കൂടി, ലഭിച്ച ആദ്യ മലയാളി വനിത ചോദിക്കും. അത് കെ സി ഏലമ്മ. കെ സി ഏലമ്മ തരുമ്പോൾ ഓപ്ഷനിൽ MD വത്സമ്മയും തരും. കെ സി ഏലമ്മ ഏതാണ് കായികമെന്ന് ചോദിച്ചാൽ വോളിബോൾ. MD വത്സമ്മ അത്ലറ്റ് ആണ്, ഓട്ടമാണ്, അത്ലറ്റ്. കേട്ടോ? എന്തുകൊണ്ട് MD വത്സമ്മ തരുന്നു, എന്തുകൊണ്ട് കെ സി ഏലമ്മ തരുന്നു? MD വത്സമ്മയെ നിങ്ങൾ 10th പ്രിലിംസിന് ഒന്ന് നോക്കി വെച്ചോളുക. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സമ്മ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് MD വത്സമ്മയും. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് കെ സി ഏലമ്മയാണ്. രണ്ടും മാറരുത്, ഒരു കാരണവശാലും മാറരുത്. ക്ലിയർ? അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ആര് എന്നുള്ളതാണ്. കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത ഓപ്ഷനിൽ തന്നെയല്ലേ? ഓപ്ഷൻ ബി PT ഉഷ. അല്ലെ, പിലാവുള്ള കണ്ടി തെക്കേ പറമ്പിൽ ഉഷ എന്നറിയപ്പെടുന്ന PT ഉഷ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം കേരളത്തിൽ നിന്നും 1980 ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ വനിത PT ഉഷയാണ്. 1980 ഏത് ഒളിമ്പിക്സ് ആണ്? മോസ്കോ ഒളിമ്പിക്സ്. എന്നാൽ PT ഉഷ ആദ്യമായിട്ട് ഒളിമ്പിക്സിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്നു. അത് 1984 ലോസ് ഏഞ്ചൽസ്. കേട്ടോ? 1984 ലോസ് ഏഞ്ചൽസിലാണ് PT ഉഷ ആദ്യമായിട്ട് ഒളിമ്പിക്സിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്നത്. ഒളിമ്പിക്സിന്റെ ഫൈനലിൽ പ്രവേശിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിതാ അത്ലറ്റ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് PT ഉഷയും കൂടിയാണ്. അത് 1984 ലോസ് ഏഞ്ചൽസിൽ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിതാ അത്ലറ്റ് ആരെന്ന് ചോദിച്ചാൽ അത് PT ഉഷ. എന്നാൽ ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത, ആദ്യ മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഷൈനി വിൽസൺ. സെമി ഫൈനൽ അത് ഷൈനി വിൽസൺ ആണ്. ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യത്തെ ഇന്ത്യൻ വനിത, ആദ്യ മലയാളി വനിത ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഷൈനി വിൽസനും. സെമി ഫൈനലിൽ നിന്ന് ഷൈനി വിൽസൺ പുറത്താവുന്നു. ഓക്കെ. എന്നാൽ ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിത, മലയാളി വനിത അത് PT ഉഷയാണ്. രണ്ടും മാറിപ്പോകരുത്. ഒളിമ്പിക്സിൽ നിന്നും ആദ്യമായി കേരളത്തിൽ നിന്നും ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുത്ത വനിത PT ഉഷ. എന്നാൽ കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? CK ലക്ഷ്മണൻ. കേട്ടോ? CK ലക്ഷ്മണനാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി. CK ലക്ഷ്മണനാണ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടാണ്. സ്വാതന്ത്ര്യാനന്തരം ഒരു ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി 2 മെഡലുകൾ നേടിയ ആദ്യ താരമാര്? കുറച്ചു മുമ്പേ നമ്മൾ അവിടെ പരാമർശിച്ചതേ ഉള്ളൂ. ഓപ്ഷൻ നോക്കിക്കേ. നീരജ് ചോപ്ര, മനു ഭാക്കർ, PR ശ്രീജേഷ്, അമൻ ഷഹരാവത്. ശരി ഉത്തരം ഏതാ? മനു ഭാക്കർ എന്നുള്ളതാണ്. അല്ലെ, 2024 നടന്ന പാരീസ് ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ 2 മെഡലുകൾ നേടുന്നു മനു ഭാക്കർ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡലുകൾ. സ്വാതന്ത്ര്യാനന്തരം ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ വ്യക്തിയാണ് KD ജാദവ്. അല്ലെ, സ്വാതന്ത്ര്യാനന്തരം ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ വ്യക്തി KD ജാദവ് ആണ്. KD ജാദവ് ഗുസ്തിക്കാരൻ കൂടിയാണ്. KD ജാദവ് എന്ത് നേടി? വെള്ളി മെഡൽ നേടുന്നു. ഇനി സ്വാതന്ത്ര്യാനന്തരം ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് കർണം മല്ലേശ്വരി. അവിടെ പഠിച്ചു നമ്മൾ. 2000 സിഡ്നി ഒളിമ്പിക്സിൽ കർണം മല്ലേശ്വരി വെയ്റ്റ് ലിഫ്റ്റിംഗിൽ എന്ത് നേടി? വെള്ളി മെഡൽ നേടി.
സ്വാതന്ത്ര്യാനന്തരം ഒളിമ്പിക്സിൽ ക്ഷമിക്കുക, ഇവർ രണ്ടുപേരും നേടിയത് വെങ്കലമാണ്. വെങ്കലമാണ് ഇവർ രണ്ടുപേരും നേടിയത്, വെങ്കലമാണ്. ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയിരിക്കുന്ന ആദ്യ കായിക താരം ആരെന്ന് ചോദിച്ചാൽ, വെള്ളി മെഡൽ നേടിയ ആദ്യ കായിക താരം അത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. കേട്ടോ, ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ കായിക താരം രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ്. അദ്ദേഹം 2004 ഏതൻസ് ഒളിമ്പിക്സിൽ അദ്ദേഹം ഷൂട്ടിങ്ങിൽ അദ്ദേഹം വെള്ളി മെഡൽ നേടി. ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ നേടിയ ആദ്യ കായിക താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ്. ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയത്, കൊള്ളാം, ചോദിക്കുന്ന ചോദ്യം, ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷൂട്ടിങ്ങിലാണ്. ആർക്ക് പറയാൻ പറ്റും? ക്ഷമിക്കുക, ഞാൻ വിചാരിച്ചു ലൈവാണെന്ന്. ഷൂട്ടിങ്ങിലാണ്. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടുന്നു. നമുക്ക് അഭിമാനകരമാണ്. അഭിനവ് ബിന്ദ്ര. കേട്ടോ, 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അഭിനവ് ബിന്ദ്രയും. എന്നാൽ ഒളിമ്പിക്സിന്റെ അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ വ്യക്തിയാണ് നീരജ് ചോപ്ര, അല്ലേ? അത്ലറ്റിക്സിൽ സ്വർണം നേടുന്ന ആദ്യ വ്യക്തിയാണ് നീരജ് ചോപ്ര. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ എന്ത് നേടി? അദ്ദേഹം ജാവലിൻ ത്രോയിൽ സ്വർണം നേടി. ജാവലിൻ ത്രോയിലാണ് സ്വർണം നേടുന്നു നീരജ് ചോപ്ര. ഏതാണ് ഇവന്റ് എന്ന് ചോദിച്ചാൽ ഏതാണ് ഇവന്റ്? ജാവലിൻ ത്രോയാണ്. നീരജ് ചോപ്രയുടെ ഇവന്റ് ജാവലിൻ ത്രോയാണ്. നോക്കി വെച്ചോളുക, നീരജ് ചോപ്ര ജാവലിൻ ത്രോ. എന്നാണ് നമ്മൾ നാഷണൽ ജാവലിൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടാ. ഓഗസ്റ്റിലാണ് നമ്മൾ നാഷണൽ ജാവലിൻ ഡേ. പ്രത്യേകത, അദ്ദേഹം നീരജ് ചോപ്ര 2020 ആ മാസം ആ ദിവസം അദ്ദേഹം ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ ഇന്ത്യക്ക് വേണ്ടി അത്ലറ്റിക്സിൽ സ്വർണം നേടി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ നാഷണൽ ജാവലിൻ ഡേ ആയിട്ട് അന്ന് ആചരിക്കുന്നു. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. അല്ല, ഇവിടെ നമുക്ക് ആരാ ഉള്ള? പിന്നെ PR ശ്രീജേഷ്, അല്ലെ? PR ശ്രീജേഷ് ഒരു ചോദ്യമായിരുന്നു. PR ശ്രീജേഷ് നമ്മൾ വിട്ടുപോയി. PR ശ്രീജേഷ് എന്താ? ഒളിമ്പിക്സിൽ 2 മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി കായിക താരമാണ്, അല്ലെ? ആദ്യ മലയാളി, 2 മെഡലുകൾ നേടുന്ന ആദ്യ മലയാളി. എന്നാൽ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി, ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് മാനുവൽ ഫെഡറിക് ആണ്. ആദ്യ മലയാളി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? മാനുവൽ ഫെഡറിക് ആണ്. അന്ന് നോട്ട് ചെയ്ത് വെച്ചോളേ. അടുത്ത ചോദ്യം, ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആര് എന്നുള്ളതാണ്. 10th പ്രിലിംസിന് ചോദിച്ചതാണ്. ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? രാജാരി വർമ്മ, അവനീന്ദ്രനാഥ് ടാഗോർ, സത്യേന്ദ്രനാഥ് ടാഗോർ, രവീന്ദ്രനാഥ് ടാഗോർ. 3 ഓപ്ഷനിൽ കിടപ്പുണ്ട്. ഏതോ ഒരു ടാഗോർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. അവനീന്ദ്രനാഥ് ടാഗോർ ആണ്, അല്ലെ? ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ അവനീന്ദ്രനാഥ് ടാഗോർ ആണ്. 1906 അദ്ദേഹം ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സ് സ്ഥാപിക്കുന്നു. എവിടെ സ്ഥാപിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ കൽക്കത്തയിലാണ്. ചോദിക്കാനുള്ള ഒരു ചോദ്യം, വാർത്തകളിൽ ഇടം നേടിയിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ചിത്രം ഭാരത് മാത, അല്ലെ? ഭാരത് മാത എന്ന് പറയുന്ന ഒരു ചിത്രം വരച്ചിരിക്കുന്ന വ്യക്തിയും കൂടിയാണ് അവനീന്ദ്രനാഥ് ടാഗോർ, അല്ലെ? അവനീന്ദ്രനാഥ് ടാഗോർ. എന്നാൽ ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് നന്ദലാൽ ബോസ്. ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നന്ദലാൽ ബോസ്. പ്രസിദ്ധമായ ചിത്രങ്ങൾ ഏതെല്ലാം? സതി, ഗ്രാമീണ ചെണ്ടക്കാരൻ, ഗാന്ധി മാർച്ച് ഒക്കെ ആര് വരച്ചു? നന്ദലാൽ ബോസ്. ഇനി കേരള ചിത്രകലയുടെ പിതാവ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് രാജാ രവിവർമ്മ, അല്ലെ? ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയും കൂടിയാണ് രാജാ രവിവർമ്മ. അവിടെ നമുക്കത് കിട്ടേണ്ട ഒരു ചോദ്യമാണ്. എന്നാൽ കേരളത്തിൽ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി, കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ്, ചിത്രകലാ പിതാവ് മറക്കരുത്, KCS പണിക്കർ. കേട്ടോ,
കേരളത്തിലെ ആധുനിക ചിത്രകലയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി KCS പണിക്കരാണ്. ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നുള്ളതാണ്. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായിരിക്കുന്നു എന്നാണ് ചോദ്യം. ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം, അല്ലെ? ഏത് തുള്ളലാണോ, രാമനാട്ടമാണോ, മോഹിനിയാട്ടമാണോ, തെയ്യമാണോ? അല്ലെ, നമുക്കറിയാം കഥകളിയുടെ ആദ്യകാല രൂപമാണ് രാമനാട്ടം, അല്ലേ? ഓപ്ഷൻ ഏതാ? സി. ഇവിടെ കേരളത്തിന്റെ തനത് കലാരൂപം ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ തനത് കലാരൂപം അത് കഥകളിയാണ്. കഥകളി. കേരളത്തിന്റെ തനത് സംഗീതം, സോപാന സംഗീതം. കേരളത്തിന്റെ തനത് ലാസ്യ നൃത്തം, മോഹിനിയാട്ടം. അല്ലെ, ഇവിടെ നമുക്ക് LGS ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ചലിക്കുന്ന കാവ്യം, അല്ലെ? ചലിക്കുന്ന കാവ്യമാണ്, പറയൂ, മോഹിനിയാട്ടം. ചലിക്കുന്ന കഥ കഥകളി. ചലിക്കുന്ന ശില്പം ഒഡീസി. നോട്ട് ചെയ്ത് വെച്ചോണേ. ചലിക്കുന്ന കാവ്യം ചോദിക്കുകയാണെങ്കിൽ ഇത് മോഹിനിയാട്ടമാണ്. ചലിക്കുന്ന കഥ ചോദിക്കുകയാണെങ്കിൽ ഇത് കഥകളിയാണ്. ചലിക്കുന്ന ശില്പം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? അത് ഒഡീസിയാണ്. കഥകളി നമുക്കറിയാം കേരളത്തിന്റെ തനത് കലാരൂപമാണ്, അല്ലെ? ടോട്ടൽ തിയേറ്റർ എന്നറിയപ്പെടുന്ന കലയും കൂടിയാണ് കഥകളി. കഥകളിയെ പ്രോത്സാഹിപ്പിച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്, അല്ലെ? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അത് നോട്ട് ചെയ്ത് വെച്ചോളുക. കഥകളിലെ അസുരവാദ്യം ചെണ്ട. കഥകളിയൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നിന്ന് പറയാനേ സമയം ഉണ്ടാവും. കഥകളിലെ അസുരവാദ്യം എന്ന് ചോദിച്ചാൽ ഇതാണ് ചെണ്ട. കഥകളി മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം, നോ ടെൻഷൻ. അത് നമുക്ക് മെയിൻസിനൊക്കെ എന്ത് ചെയ്യാൻ നോക്കാവുന്നതാണ്. ഇപ്പൊ ഈ ബേസ് കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചോളുക. പിന്നെ ഇവിടെ തന്നിരിക്കുന്നു തുള്ളൽ, അല്ലേ? പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നതാണ് ഓട്ടംതുള്ളൽ. പാവങ്ങളുടെ കഥകളി, അല്ലെ? പാവങ്ങളുടെ കഥകളി ഓട്ടംതുള്ളലാണ്. ഓട്ടൻതുള്ളൽ, അല്ലെ? പിന്നെ ഏതാ? സംസാരിക്കുന്ന കഥകളി. സംസാരിക്കുന്നത് യക്ഷഗാനം. മിക്കവാറും ഇപ്രാവശ്യം പ്രിലിംസ് ചോദിക്കുന്നത് യക്ഷഗാനം പ്രചാരത്തിലുള്ള ഇന്ത്യയിലെ സംസ്ഥാനമായിരിക്കും. എഴുതി വെച്ചോളുക, കർണാടക. ഇനി യക്ഷഗാനം പ്രചാരത്തിലെ കേരളത്തിലെ ജില്ല, അത് കാസർഗോഡ്. രണ്ടും മാറിപ്പോരുത്. യക്ഷഗാനം പ്രചാരത്തിലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം കർണാടക, യക്ഷഗാനം പ്രചാരത്തിലെ കേരളത്തിലെ ജില്ല അത് കാസർഗോഡാണ്, അല്ലെ? തുള്ളൽ പ്രസ്ഥാനത്തിൽ ഉപജ്ഞാതാവാരാ? തുള്ളൽ പ്രസ്ഥാനം കുഞ്ചൻ നമ്പ്യാരാണ്, അല്ലെ? കുഞ്ചൻ നമ്പ്യാർ, അല്ലെ? പിന്നെ തന്നിരിക്കുന്നു തെയ്യം. വടക്കൻ കേരളത്തിലെ പ്രധാന കലാരൂപമാണ് തെയ്യം, അല്ലെ? വടക്കൻ കേരളത്തിലെ പ്രധാന കലാരൂപമാണ് തെയ്യം. അതും കൂടി എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. തെയ്യം പാട്ട്, തോറ്റംപാട്ട്, കേട്ടോ? തെയ്യം പാട്ട് അറിയപ്പെടുന്ന പേരാണ് തോറ്റംപാട്ട് എന്ന പേരിലാണ്. തെയ്യം പാട്ട് അറിയപ്പെടുന്നത് തോറ്റംപാട്ട് എന്ന പേരിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തതേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ഇതിന്റെ PDF കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലായിരിക്കുന്ന നെയ്യാർസിയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതുമായി റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് മുമ്പ് അതിനകത്ത് നമുക്ക് വർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും ഉടൻ കാണാവുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.